29 വയസ്സുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ഒരു ദിവസം കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. കുളിച്ചൊരുങ്ങിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അലിയാര് തങ്ങളെ വീട്ടിലേക്ക് കയറി വന്നോ. അലിയാര് തങ്ങളെ വീട്ടിലേക്ക് കയറി വന്നോ. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അലിയാര് തങ്ങളുടെ ചാരത്ത് പോയിരുന്നു. 29 വയസ്സുള്ള പെങ്ങന്മാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. 29 വയസ്സുള്ള നിന്റെ മകളുടെ പ്രായമേ ഫാത്തിമയ്ക്കുള്ളൂ. ആ ഫാത്തിമ എന്ന പെണ്ണ് അല്ലാഹുവേ കുളിച്ചൊരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നപ്പോ കഴിക്കാ ഭക്ഷണം കൊടുത്ത് അവസാനം ഭർത്താവിന്റെ മടിയിലെ തല വെച്ചിട്ട് ഫാത്തിമ ബീബി ചോദിക്കുന്നു, അലിയേ എനിക്ക് പൊരുത്തം തരുമോ അലിയേ, എനിക്ക് പൊരുത്തം തരുമോ അലിയേ, ഞാൻ പോകുകയാണ് അലിയേ, എന്റെ മരണം അടുത്തു അലിയേ, എന്റെ മരണം അടുത്തു അലിയേ. 29 വയസ്സുകാരിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തന്റെ മരണത്തിന്റെ വേളയിലെ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുകയാ. ഇതെവിടെ നിന്നാ പഠിച്ചതെന്നറിയോ? എവിടെ നിന്നാണ് പഠിച്ചതെന്നറിയോ? 15ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മ, 15ാമത്തെ വയസ്സില് തന്റെ പ്രിയപ്പെട്ട ഉമ്മ വാപ്പാടെ മടിത്തട്ടിൽ കിടന്നിട്ട് പൊരുത്തം ചോദിച്ചത് കണ്ടു വളർന്നവളാ. തന്റെ 15ാമത്തെ വയസ്സില് അള്ളാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കിടന്നിട്ട് ഖദീജ എന്ന പ്രിയപ്പെട്ട ഉമ്മ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്ക് പൊരുത്തം തരണേ നബിയേ, എനിക്ക് പൊരുത്തം തരണേ നബിയേ. ഉമ്മ ഉപ്പാനോട് പൊരുത്തം ചോദിച്ചിട്ട് മരിച്ചത് കണ്ടവളാ. ഉപ്പായോട് പൊരുത്തം ചോദിച്ചിട്ട് ഉമ്മ മരിക്കുന്നത് കണ്ടവളാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. തന്റെ വാപ്പ 63ാമത്തെ വയസ്സിൽ തന്റെ ഉമ്മയായ ആയിഷ ബീബിയുടെ നെഞ്ചത്ത് ചാരിക്കിടന്നിട്ട് വാപ്പ പൊരുത്തം ചോദിക്കുന്നത് കണ്ടു വളർന്നവളാ ഫാത്തിമ. ഉമ്മ ചൊരുത്തം ചോദിക്കുന്നതും കണ്ടോ, വാപ്പ ഭാര്യയോട് പൊരുത്തം ചോദിക്കുന്നതും ഈ ഫാത്തിമ കണ്ടു. ആ ഫാത്തിമയാണ് 29ാമത്തെ വയസ്സിൽ തന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് ചോദിക്കുന്നു, അലിയേ എന്റെ മരണമെടുത്തു വലിയേ, എന്റെ മരണമെടുത്തു വലിയേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അലിയേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അലിയേ. ഫാത്തിമ ബീബി ഹസനെയും ഹുസനെയും വിളിച്ചു, തന്റെ പൊന്നാര മക്കളെ വിളിച്ചു, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ മക്കളെ തല്ലല്ലേ, എന്റെ പൊന്നാര മക്കളെ തല്ലല്ലേ, എന്റെ ഹസനെയും ഹുസൈനെയും പൊന്നുപോലെ നോക്കണേ അലിയേ. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ പറഞ്ഞ വാക്ക്, അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ എന്ന പൊന്നുമോളെ പിടിച്ചു കൊടുത്തിട്ട് ഉമ്മ ഉപ്പാനോട് പറഞ്ഞു, എന്റെ മോളെ തല്ലരുത്, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണം. ഇതുപോലെ ആയിഷ ഖദീജ ബീവി അവിടെ നിന്ന് പറഞ്ഞിട്ട് മരിച്ചപ്പോ ഫാത്തിമ ബീവി തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, എന്റെ പൊന്നുമക്കളെ നോക്കണേ, എന്റെ കുറവർക്ക് വരരുത്, ഒരുമ്മയുടെ കുറവർക്ക് വരരുത്, എന്റെ പൊന്നുമക്കളെ തല്ലരുത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊരുത്തം ചോദിക്കുകയാ. തന്റെ പൊന്നാര മക്കളെ ഭർത്താവിന്റെ കയ്യിലേൽപ്പിച്ചു, തന്റെ പൊന്നാര മക്കളെ ഭർത്താവിന്റെ കയ്യിലേൽപ്പിച്ചു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പായിപ്പാട് പള്ളിയിൽ വന്ന പെങ്ങളെ, സങ്കടമുണ്ട് പെങ്ങന്മാരെ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് പറയുകയാണ്, ഞാൻ മരിച്ച രാത്രി വേണം കബറടക്കാൻ, ഞാൻ മരിച്ച രാത്രി വേണം കബറടക്കാൻ. എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? അലിയാര് തങ്ങളോട് പറയുന്നു, എന്റെ മയ്യത്ത് വെള്ള തുണിയിൽ പൊതിയുന്നത് അന്യപുരുഷന്മാരാണ്, എന്റെ ജനാസ ചുമക്കുന്നത് ആണുങ്ങളാണ്, എന്റെ ജനാസ ഖബറിലിറക്കുന്നതും ആണുങ്ങളാണ്. 3 കഷ്ടം വെള്ള തുണിയിൽ വരിഞ്ഞു കെട്ടിയിട്ട് എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് പകലാണെങ്കിൽ
അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഒരാളും എൻ്റെ ശരീരത്തിന്റെ വടിവ് കാണരുത്, അത് മരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് പോലും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ ഫാത്തിമ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പായിപ്പാടോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ പോയി ഫർദ എടുക്കും. ഇട്ടു നോക്കിയിട്ടാണ് ഫർദ എടുക്കുന്നത്. എല്ലാ പെണ്ണുങ്ങളും ഇട്ടു നോക്കിയിട്ടാണ് എടുക്കുന്നത് എന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ഇട്ട് നോക്കി കൊണ്ടുവന്ന ഫർദയുടെ സൈഡ് എടുത്ത് അടിച്ച് ടൈറ്റാക്കുന്ന പെണ്ണേ, എൻ്റെ പായിപ്പാടുള്ള സഹോദരിമാരോട് ഇമാമല്ലേ പറയണമല്ലോ, ഇമാമല്ലേ പറയണമല്ലോ. പറഞ്ഞില്ലെങ്കിൽ അല്ല എന്നെ വെറുതെ വിടില്ലല്ലോ. ഇഷ്ടപ്പെട്ട ആരുമില്ലെങ്കിലും പറയും, പെങ്ങള് ഈ പള്ളിക്കകത്ത് കേറാൻ അമുസ്ലിമീങ്ങളായി എത്രയോ പെണ്ണുങ്ങൾ വന്നല്ലോ, എത്രയോ പെണ്ണുങ്ങൾ ഈ പള്ളിക്കകത്ത് കേറിയല്ലോ. പലരും കേറിയപ്പോ തലമറച്ചു കൊണ്ട് കേറിയപ്പോ ഈ വാഴ കേൾക്കാമെന്ന ഉമ്മ അള്ളാടെ പള്ളിക്കകത്ത് കേറിയിട്ട് പോലും തലമറക്കാതെ നടക്കുന്ന മുസ്ലിം പെണ്ണ് എങ്ങനാ മോളെ, എങ്ങനാ മോളെ? ഫോട്ടോ എടുത്തതിന് കുറ്റം പറയുന്നില്ല. ഉസ്താദന്മാര് നടക്കുന്നില്ലേ, പ്രായമുള്ളവര് നടക്കുന്നില്ലേ, എത്രയോ പേര് നടക്കുന്നില്ലേ? നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ ആ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ പോലെ തലമറച്ചുകൊണ്ട് കേറിയില്ലേ? ഇതിനകത്ത് കേറിയിട്ട് പോലും നിനക്കതനില്ല, മനസ്സില്ലാതെ പോയല്ലോ. പെങ്ങളെ, ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ കുതിക്കുമ്പോ ഇന്നത്തെ 29 വയസ്സുകാരി റീൽസ് ഇടുന്ന കാലമാ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുണ്ടല്ലോ, ആ 29 വയസ്സുകാരി പടച്ചവരെ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ച് എങ്ങനെയാണ് കബറടക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. കുളിച്ചൊരുങ്ങി കഫം തുണിയും എടുത്തിട്ട് മുഖത്തേക്കിട്ടിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തീർന്നു മക്കളെ. 29ാമത്തെ വയസ്സില് അള്ളാന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ യാത്രയാകുകയാണ്. കൊണ്ടുപോയടോ, കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് ജന്നത്തിൽ ബഖീൽ കൊണ്ടുപോയി കബറടക്കുകയാണ്. ഇന്നും പോയാ കാണാമല്ലോ, ജന്നത്തിൽ ബഖീൽ കൊണ്ടുപോയി കബറടക്കി. എന്നിട്ട് വീട്ടിലേക്ക് വന്നു. രാത്രിയായപ്പോ സുബ്ഹാനല്ലാഹ്, അലിയാര് തങ്ങളുടെ മക്കളെയും കെട്ടിപ്പിടിച്ച് വീടിനകത്തിരിക്കുകയാ. തന്റെ പൊന്നാര മക്കളെയും കെട്ടിപ്പിടിച്ച് വീടിനകത്തിരിക്കുകയാണ്. തന്റെ മക്കൾ ഉറങ്ങിയപ്പോ ഒരു ദിവസമേ ആയുള്ളൂ. ഇന്നലെ രാത്രി ഫാത്തിമ കൂടെയുണ്ട്, ഇന്നത്തെ രാത്രി ഫാത്തിമ കൂടെയില്ല. ഒറ്റ രാത്രിയേ ആയുള്ളൂ. അലിയാര് തങ്ങൾക്ക് സങ്കടമായി. ഫാത്തിമ ഇല്ലാതെ കഴിയുന്നില്ല, ഫാത്തിമ ഇല്ലാതെ കഴിയുന്നില്ല. അലിയാര് തങ്ങൾ രാത്രിയിൽ പോകുകയാണ്. ജന്നത്തുൽ ബഖീയിൽ ചെന്നു. തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നു. അലിയാര് തങ്ങളെ ചെന്നിട്ട് പറഞ്ഞു, ഫാത്തിമ. അവിടുന്ന് ഫാത്തിമയോട് സലാം പറയുകയാ. ജന്നത്തുൽ ബഖീയിലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് അവിടുന്ന് സലാം പറഞ്ഞു. മടക്കുന്നില്ല, മടക്കുന്നില്ല. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ പിണങ്ങിയോ? ഫാത്തിമ എന്നോട് പിണങ്ങിയോ? ഫാത്തിമ എന്തേ സലാം അടക്കാത്തത്? പിണങ്ങല്ലേ ഫാത്തിമ. രണ്ടാമതും സലാം പറഞ്ഞു, രണ്ടാമതും സലാം പറഞ്ഞു. ഫാത്തിമ സലാം അടക്കുന്നില്ല. പടച്ചവനെ, അലിയാര് തങ്ങള് പിണങ്ങി മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ, ഭാര്യയും ഭർത്താവും പിണങ്ങിയിട്ട് കിടക്കുമ്പോ അടുത്ത് കിടന്നിട്ട് പിണങ്ങല്ലേ, പിണങ്ങല്ലേ. പിണങ്ങിക്കിടക്കുന്ന ഭർത്താവ് തന്റെ ഭാര്യയെ വിളിക്കുന്നത് പോലെ മരിച്ച് കബറടക്കി
കഴിയട്ടെ. ഒന്നാമത്തെ രാത്രിയിൽ ഖബറിന്റെ അടുക്ക പോയി നിന്നിട്ട് പറയുന്നു, പിണങ്ങല്ലേ ഫാത്തിമ, സലാം അടക്കു ഫാത്തിമ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഫാത്തിമ. ഒരു ഭർത്താവ് ഭാര്യയോട് പറയുകയാ, ഒരു ഭർത്താവ് ഭാര്യയോട് പറയുകയാ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഫാത്തിമ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഫാത്തിമ. രണ്ടാമതും സലാം പറഞ്ഞു, സലാം അടക്കുന്നില്ല. അറിയാറ് തങ്ങള് ഖബറിന്റെ ചാരത്തിയൊന്നു. എന്നിട്ട് ഖബറിനോട് പറയുന്നു, ഖബറ് എന്റെ ഫാത്തിമയോട് പറ, എന്റെ ഫാത്തിമയോട് പറ പിണങ്ങരുതെന്ന്. സലാം പറയാന്, എന്റെ സലാം അടക്കാൻ പറയുന്നു. മരിച്ചുപോയ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന അരിയാര് തങ്ങൾ പറയുമ്പോ എന്തൊരു ജീവിതമായിരുന്നടോ. പണമില്ലായിരുന്നു, കൊട്ടാരമില്ലായിരുന്നു, സുഖാഡംബരങ്ങളില്ലായിരുന്നു, പരസ്പരം സ്നേഹമുണ്ടായിരുന്നു പെങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്ക്, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോൾ ആരായിരുന്നെന്നറിയോ? അലിയാര് തങ്ങള് നബി തങ്ങള് വഫാത്തായി. നബി തങ്ങള് വഫാത്തായപ്പോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ നബി തങ്ങള് പോയപ്പോ എനിക്ക് 2 നഷ്ടമാവുണ്ടായത്. എന്റെ നബി തങ്ങള് വഫാത്തായപ്പോ എനിക്ക് 2 നഷ്ടമാവുണ്ടായത്. പായിപ്പാട് വഴുത് കേൾക്കാമെന്ന പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ഭർത്താവ് പറയുകയാ, നബിതങ്ങൾ മരിച്ചപ്പോ അള്ളാന്റെ റസൂല് വഫാത്തായപ്പോ എനിക്ക് 2 നഷ്ടമുണ്ടായി. എനിക്ക് 2 നഷ്ടമാണ് ഉണ്ടായത്. ഒന്ന്, എന്റെ നബിതങ്ങൾ വഫാത്തായല്ലോ, അള്ളാന്റെ റസൂൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. നബിതങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടത് വല്ലാത്ത നഷ്ടമാ, നബിതങ്ങൾ നഷ്ടപ്പെട്ടത് വല്ലാത്ത നഷ്ടമാ. രണ്ടാമത്തെ നഷ്ടം എന്തെന്നറിയോ? രണ്ടാമത്തെ നഷ്ടം എന്തെന്നറിയോ? ഫാത്തിമ, അള്ളാന്റെ റസൂല് വഫാത്തായതിനു ശേഷം, അള്ളാന്റെ റസൂല് വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാന്റെ റസൂല് വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ഫാത്തിമ ചിരിച്ചിട്ടില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയാ, നബിതങ്ങൾ പോയതോടൊപ്പം എൻ്റെ ഫാത്തിമയും പോയടോ. നബിതങ്ങൾ പോയതിനോടൊപ്പം എൻ്റെ ഫാത്തിമയും പോയി. ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ ഏതും മോളടോ. അതല്ലേ സ്നേഹം, അതിനല്ലേ സ്നേഹമെന്ന് പറയുക. കരളിന്റെ കഷ്ടമെന്ന് പറഞ്ഞ അങ്ങനല്ലേ. നബിതങ്ങൾ വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ഫാത്തിമ ചിരിച്ചിട്ടില്ലടോ. ഹലിയാരിതങ്ങൾ പറയാ, ഞാൻ ഒരുപാട് തമാശ പറഞ്ഞു നോക്കി എന്റെ ഫാത്തിമാനെ ഒന്ന് ചിരിപ്പിക്കാൻ, എന്റെ ഫാത്തിമയുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാക്കാൻ ഞാനും എൻ്റെ മക്കളും ഒരുപാട് കഷ്ടപ്പെട്ടു. മരിക്കുന്നത് വരെ എൻ്റെ ഫാത്തിമ ചിരിച്ചില്ല. മരിക്കുന്ന കാലം വരെ എൻ്റെ ഫാത്തിമ ചിരിച്ചില്ലടോ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല പറയാ, നബി പോയപ്പോ നബിതങ്ങളും പോയി, എൻ്റെ ഭാര്യയും പോയി, 2 പേരും പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നബിതങ്ങളോട് ആ മകൾക്കുണ്ടായിരുന്ന സ്നേഹം. ആ നബിതങ്ങളോടുള്ള മകളുടെ സ്നേഹം അത്ര വലുതായിരുന്നടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാണ് നാളെ നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകേണ്ടത്. ആ സ്വർഗത്തിൽ പോകുന്നത് പോയിട്ട്, ആ സ്വർഗം അല്ലാഹുവിനോടൊന്ന് തായ് എന്ന് ചോദിക്കുന്നത് പോയിട്ട്, ആ സ്വർഗത്തിൻ്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുന്ന, അതൊന്ന് ശ്വസിക്കാനുള്ള അർഹതയെങ്കിലും എനിക്ക് നിങ്ങൾക്കുണ്ടോ എന്ന് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം എന്ത് ചെയ്യുക? മഹദിമാരുടെ ചരിത്രങ്ങൾ പഠിക്കുക, അവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കുക. ആ ഫാത്തിമയെ നിങ്ങൾ സ്നേഹിച്ച നബിതങ്ങളെ സ്നേഹിച്ചവരെ പോലെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങളെ,
ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നിബിതങ്ങളുടെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞോ. അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ. എവിടേക്കാ പോകുന്നതെന്നറിയോ? അലിയാര് തങ്ങള് കുടുംബ വീട്ടിലാണ്. ഉമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. ആ വീടിന്റെ ഒരു സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ടൊരു ചെറിയ റൂമുണ്ടാക്കുകയാണ്. ഒരു ചെറിയ റൂമുണ്ടാക്കുകയാണ്. ഈ റൂമിനകത്തേക്കാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആ വീട്ടിലേക്കാണ് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈന്തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അലിയാരിതങ്ങളും ഫാത്തിമ എന്ന് പറയുന്ന പുതുമണവാട്ടിയും കടന്നു പോവുകയാണ്. പടച്ചവനെ, മണിയറയ്ക്കകത്ത് കയറി വാതിലടക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്. ആദിരാത്രി തുടങ്ങുകയാണ്. ഒരാടിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയുന്ന രാത്രിയാ. അരിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമായി. പടച്ചവനെ, രണ്ടുപേരും മണിയറയ്ക്കകത്താണ്. മണിയറയുടെ വാതിലടച്ചു. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ. അലിയാരിതങ്ങള് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ, താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാ ഞാനാണല്ലോ. അലിയാരിതങ്ങള് ബെഡ്റൂമിന്റെ അകത്ത് നിൽക്കുമ്പോ ഒരു കരച്ചില് കേൾക്കുകയാ. മണിയറയ്ക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. അലിയാര് തങ്ങൾ ഓടിച്ചെല്ലുന്നു. ആരാ അല്ലാഹ് കരയുന്നത്? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നു. പെങ്ങളെ, മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അലിയാര് തങ്ങളോട് ഫാത്തിമ പറയുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാലിയേ. പിന്നെ എന്തിനാ കരയുന്നേ? പിന്നെ എന്തിനാ കരയുന്നേ? പായിപ്പാടുള്ള പെങ്ങളെ, അള്ളാന്റെ റസൂല് വളർത്തിയ പൊന്നുമകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ, ഈ മണിയറയ്ക്കകത്ത് ഇരുള് വന്നപ്പോ എനിക്ക് ഖബറോർമ്മ വന്നു. അലിയേ, എനിക്ക് ഖബറാ ഓർമ്മ വന്നത്. ഈ റൂമിന്റെ അകത്ത് അലിയേ, നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ വിളക്കണതപ്പ ഇത്ര ഇരുട്ടാണെങ്കില്, അല്ലാഹുവേ, പള്ളിപ്പറമ്പിൽ എന്തൊരു ഇരുളാ പടച്ചവര്, എന്തൊരിരുട്ടായിരിക്കും തമ്പുരാന്. അലിയാര് തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ. കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണ് മണിയറയ്ക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാ. കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയറയ്ക്കകത്തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ചു, എന്തിനാ കരയണേ? ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. പലരും ആലോചിക്കുന്നുണ്ട്, പടച്ചവനെ, ഞാനും കെട്ടി ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു. ആലോചിക്കാൻ പോലും വയ്യ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇടും കെട്ടിക്കെട്ട് മണിയറയിലൊക്കെ പോയല്ലോ. ഒരു പാലെടുക്കും, പകുതി 50-50. എല്ലാ ആചാരങ്ങളും പടച്ചവനെ റഹ്മാനായ അള്ളാഹ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ച് മണിയറയ്ക്കകത്ത് പോയിരിക്കുമ്പോ പുതിയ പെണ്ണിനോട് പുതിയാപ്പിള ചോദിക്കും, 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒന്നുണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു പെണ്ണ്, സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്, ബീച്ചിൽ പോയിട്ടുണ്ട്, എനിക്കൊരു 3-4 ലവ് ഉണ്ടായിരുന്നു, നിനക്കോടി? പുതിയ പെണ്ണിനോട് ചോദിക്കാം, നിനക്കോ? അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി, എനിക്ക് 6ാം ക്ലാസ്സിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതാ നമ്മുടെ അവസ്ഥ. എന്നാ നമ്മുടെ അവസ്ഥ ഇതാ. എന്നാൽ ഈ മകള് പറയാ, എനിക്ക് ഖബർ ഓർമ്മ വന്നിട്ടാ കരയണേ. അലിയാര് തങ്ങൾ ആണാ? അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഇതാണോ മോളെ ഇന്ന് രാത്രി പറയണ്ടേ? നീ ഇതാണോ പറയണ്ടേ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ, ഇന്ന് നമ്മുടെ മണിയറയാ. അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവിയോട് പറയുന്നു, ഇത് പറയേണ്ട സമയമാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രി എപ്പോഴാണോ നീ ഖബറിനെ കുറിച്ച് പറയുക? നമ്മുടെ മണിയറയല്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഫാത്തിമ പറഞ്ഞു, അലിയെ,
മണിയറ ഇവിടെ അല്ല. മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി കിടക്കുന്ന ഒന്നാമത്തെ രാത്രി, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അള്ളാഹു ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവിടെയാണോ ഒരുക്കേണ്ടത്? ഇതെങ്ങനല്ല, കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ച് പൂക്കളും കെട്ടി എല്ലാം പോവും. പക്ഷെ മണിയറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്നെ കൊണ്ടുവന്ന് മലത്തി കിടത്തുമ്പോൾ മുൻകറും നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ ഖബറിനകത്ത് വന്നിട്ട് പറയണം, ലം കനൗമത്തിൽ ആറൂസ്, പുതിയ ആപ്പള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ, പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ. അതിനൊരു പ്രയോഗമുണ്ട്. കാരണം എന്തേ? ഞാൻ മനസ്സിലാക്കുന്നത്, കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളയും പുതിയ പെണ്ണും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല. ഇനി വാ, അവരെ ശല്യപ്പെടുത്തല്ലേ, ആരെയും വിടൂല. കാരണം എന്തേ? അതവരുടെ മണിയറയാ. ഇതുപോലെ മലക്കുകൾ പറയുകയാ, ഇതിനകത്ത് കിടന്ന് പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങ്. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹു നമുക്ക് ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലിയാര് തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഡബിൾ കോട്ട് കട്ടിലില്ല, വലിയ ബെഡ്റൂം ഇല്ല, അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഈ തോല് വിരിക്കും രാത്രി. ഈ തോല് വിരിച്ചിട്ട് ഈ തോലിന്റെ മുകളിൽ ആ ഫാത്തിമായോ അലിയാര് തങ്ങളും കിടക്കണേ. മാർബിൾ ഇല്ല, ഗ്രാനൈറ്റ് ഇല്ല, തേച്ചിട്ടില്ല, ഒന്നുമില്ല, കല്ലിന്റെ മുകളില്. ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുന്നുണ്ട്, എഴുന്നേക്കുമ്പോൾ അടയാളം ഉണ്ടെന്ന്. ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും. രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കുടഞ്ഞിട്ട് ഒട്ടകത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട്, കുതിരയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് തീറ്റിയും വെള്ളം ഇട്ട് കൊടുക്കും. അള്ളാഹു ആലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പെണ്ണും പിള്ളയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തികയണില്ല. നമ്മുടെ പെണ്ണുങ്ങൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തിരിയണില്ല. കെട്ടിച്ചു വിട്ട വീട്ടില് ഇപ്പൊ അവിടെ പ്രശ്നമാ, മറ്റേതാ മറിച്ചതാ, വാരിക്കെട്ടി വന്നേരം മോളെ, നീ വന്നേരെ, വിളിച്ചു വരുത്താ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ നബിതങ്ങൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു വിട്ടിട്ട് കാണാൻ പോയി. നിങ്ങളും പോവല്ലോ, കെട്ടിച്ച വീട്ടിൽ മരുമോന്റെ വീട്ടിൽ പോകും. ചെന്ന ഉടനെ ഓള് പരാതി പറയുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് പോയി കാണാൻ. ഫാത്തിമ ഓടി വന്നിട്ട് ഉപ്പാന്റെ കയ്യിൽ പിടിച്ചിട്ട് കരയ, എന്തേ മോളെ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പാ. ഫാത്തിമ എന്ന പൊന്നുമോള് നബിതങ്ങളോട് പറയുന്നു, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. എല്ലാം വാരി കെട്ടിക്കോ, പോകാമെന്നല്ല നബിതങ്ങൾ പറഞ്ഞത്. തന്റെ പൊന്നാര മകള് ഓടി വന്ന് സങ്കടത്തോടെ പറയാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വലിയ അബീക അർബഉ, വാപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി മോളെ. വാപ്പ അങ്ങോട്ട് പറഞ്ഞെടുക്ക, നീ 3 ദിവസമല്ല, ഞാൻ 4 ദിവസമായി വല്ലതും തിന്നിട്ട്. ആരാരെയാടോ സമാധാനിപ്പിക്കണ്ടേ? ഇതാണോ കുടുംബജീവിതം? ഇങ്ങനെ വാപ്പയാകണ്ടേ? പായിപ്പാടുള്ള വാപ്പ നിന്റെ തുള്ളലും ബഹളവും നിന്റെ ബിപിയും കാണിക്കേണ്ടത് നിന്റെ വാശിപ്പുറത്തല്ലേ നിന്റെ മോളുടെ ജീവിതം പോയേ. ഈ പള്ളി വന്നിട്ട് എത്ര തലാക്ക് ഞാൻ പറയാൻ കിട്ടുന്ന അവസരം ഇതുപോലൊരു വയത് കിട്ടിയിട്ടില്ലല്ലോ. ഈ പായിപ്പാടുള്ള പെൺകുട്ടികളുടെ ജീവിതം തുലച്ചത് ഈ വാപ്പമാരുടെയും ഈ ഉമ്മമാരുടെയും വാശിയ സഹോദര. എത്ര എണ്ണം എന്താ കമ്മിറ്റിക്കാരെ നിരന്നിരിക്കുന്നു. ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ കയറത്തില്ല. കാരണം എന്തേ? ആ പാപം കൂടെ വലിച്ചു വെക്കാൻ വയ്യ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ പറയുന്ന സ്ഥലമാണ്. ഒരു കാരണവശാലും പായിപ്പാട് പള്ളിയിൽ തലാക്ക് കൊടുക്കരുത്. പായിപ്പാട് പള്ളി എന്നല്ല, ഒരു പള്ളിയിലും കൊടുക്കരുത്. കാരണം തലാക്ക് പറയുമ്പോ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുന്ന. ഒരാള് തന്റെ ഭാര്യയെ തലാക്ക് പറയുമ്പോ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുന്ന. ഇതിന് സാക്ഷിയായിരിക്കുന്നതൊക്കെ നിന്റെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് തലാക്ക് പറയുന്ന സമയം അള്ളാന്റെ അർശ് കുലുങ്ങോ? പറ മനുഷ്യന്മാരെ, കുലുങ്ങോ? ഇതാ സമദ് ഉസ്താദ് ഉംറയ്ക്ക് പോയിട്ട് വന്നു. ഇവിടെ നമ്മൾ അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത സ്ഥലമാ. മക്കത്ത് പോകുമ്പോ കാണാം. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്. നമുക്കറിയാലോ, അവിടെ പോയി കാണല്ലേ. അവിടെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലം. അവിടെ ചെല്ലുമ്പോൾ ബസ്സിനകത്ത് ഇരുന്നിട്ട് പറയും, ഇവിടെയാണ് അള്ളാഹുവിന്റെ ഇതിറങ്ങിയത്. അബാബിയിൽ പക്ഷികൾ ഇറങ്ങിയിട്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത് കളഞ്ഞ സ്ഥലം ഇതാ. ആരും ഇറങ്ങാറില്ല. കാരണം എന്തേ? അള്ളാഹിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമായത് കാരണം, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമായത് കാരണം. ഇതുപോലെ തലാക്ക് പറയുന്ന സമയം അള്ളാഹുവിന്റെ അർശ് കുലുങ്ങും. ആ മജ്ലിസിൽ ഇരിക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റും സൂക്ഷിച്ചോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
ഉറക്കപ്പുറമുള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ വേണ്ടെങ്കിൽ നീ കോടതി ഇപ്പോൾ പറഞ്ഞു വിടണം കേട്ടോ പ്രസിഡന്റ്. ഇവിടെ തലാക്കൊന്നുമില്ല, ഓടി വരിക. ഈ അടുത്തം കണ്ട് നോക്കുമ്പോൾ ഒരു പ്രായം ചെന്ന മനുഷ്യൻ വന്നേക്കാം തലാക്ക്. പ്രായം ചെന്ന് തലാക്ക് വേണ്ടെങ്കിൽ കോടതി പൊക്കോണം. നമുക്ക് മസ്ലഹത്ത് മാത്രമേ ഉള്ളൂ. ഭാര്യയും ഭർത്താവിനെയും ഒരുമിപ്പിക്കാനാ നോക്കണം, ഒരുമിപ്പിക്കാൻ വേണ്ടി ചെയ്യാം. അതിന്